വെൽക്കം ബാക്ക് ടു അടുത്ത വീഡിയോ. എൻ്റെ പേര് അൽഫിയ. വ്ളോഗ് വിത്ത് അൽഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഹെയർ മാസ്ക് വീഡിയോ ആണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് സ്കിൻ ടൈപ്പിനെയൊക്കെ പറ്റി പറഞ്ഞ് നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് ഹെയർ മാസ്കിനെ പറ്റിയുള്ള വീഡിയോ ആണ്. നമുക്ക് ഭയങ്കര പ്രശ്നമല്ലേ ഈ മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ ഡാൻഡ്രഫ്, അല്ലെങ്കിൽ പോലെ തന്നെ ഡ്രൈനെസ്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനും ഹെയർ മാസ്ക് ഒന്നും അധികം ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ ഉപയോഗിച്ചിട്ട് എന്താണെന്ന് റിസൾട്ട് അറിഞ്ഞിട്ട് വേണ്ടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനൊരു ഹെയർ മാസ്ക് ട്രൈ ചെയ്തു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ അപ്പടി ഡ്രൈ ആയായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ ശല്യം അത്രയില്ല, പക്ഷെ എന്നാൽ പോലും എൻ്റെ ഹെയറിലും ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി, അതായത് 3 in 1 പാക്ക് എന്നൊക്കെ പറയാം. ഈ 3 പ്രശ്നത്തിനും എന്ത് പ്രശ്നമായിക്കോട്ടെ അതിനെല്ലാം ഒരുപോലെ പരിഹാരം കിട്ടുന്ന ഒരു മാസ്ക് ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഗ്രീൻ ടീ ഹെയർ മാസ്ക് ആണ്. ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഫാറ്റൊക്കെ കുറയ്ക്കാൻ, അതായത് വണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ടീ. ഈ ഗ്രീൻ ടീ നമുക്ക് ഹെയറിന്, സ്കിന്നിന് ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രീൻ ടീ എന്ന് പറയുമ്പം റിപ്പിൾ ടീയുടെ ഗ്രീൻ ടീ ആണ്. ഇതിന് വന്നിട്ട് 125 രൂപയാണ്. ഇപ്പോൾ ഓഫർ റേറ്റിലാണ് 94 റുപ്പീസ്. നല്ല ഒരു ഗ്രീൻ ടീ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ റിപ്പിൾ ടീയുടെ തന്നെ ഗ്രീൻ ടീ എടുക്കണമെന്നില്ല, ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഗ്രീൻ ടീ എടുക്കാം. അത് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഗ്രീൻ ടീയുടെ ബെനിഫിറ്റ് എന്താണ്, അതല്ല ഹെയറിനുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഗ്രീൻ ടീ നമ്മുടെ ഹെയറിലുള്ള ഡാൻഡ്രഫിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലാണ് നമുക്ക് ഏറ്റവും ശല്യമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, കാരണം കുളിക്കാൻ നേരം അല്ലെങ്കിൽ മുടി ചീകാൻ നേരം ഒക്കെ ഒരുപാട് മുടികൾ കൊഴിഞ്ഞു പോകാറുണ്ട്. എനിക്ക് ഒരുപാട് മുടി കൊഴിഞ്ഞു പോകാനും ഞാൻ ഈ മാസ്ക് ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് 1 വീക്കിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം 1 വീക്ക് എങ്കിലും നോക്കിയിട്ട് അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ കറക്റ്റ് ഉപയോഗിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞു. അപ്പം എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായി. കാരണം എൻ്റെ മുടി കൊഴിച്ചിൽ അത്യാവശ്യം, അതായത് ഒരു യൂസിൽ തന്നെ കൊഴിയുന്ന മുടിയുടെ ഒരു പകുതിയോളം തന്നെ മുടി കൊഴിച്ചിൽ നിന്നു. കംപ്ലീറ്റ് കുറഞ്ഞെന്ന് ഞാൻ പറയില്ല, മുടി കൊഴിച്ചിലിൻ്റെ ഒരളവ് കുറഞ്ഞു. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ കണ്ടീഷണർ ഇട്ടില്ല. കാരണം മുടിക്കുണ്ടാവുന്ന, അതായത് ഷൈനസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ റഫ്നെസ് മാറും എന്ന് ഗ്രീൻ ടീ വെച്ചുള്ള യൂസ് ഉണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടിയാണ് ഞാൻ കണ്ടീഷണർ ഉപയോഗിക്കാതിരുന്നത്. അതായത് നോർമൽ രീതിയിൽ ഞാൻ കുളിച്ചിട്ട് എൻ്റെ മുടി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഷാമ്പു യൂസ് ചെയ്തു, പക്ഷേ കണ്ടീഷണർ യൂസ് ചെയ്തില്ല. കണ്ടീഷണർ യൂസ് ചെയ്യാൻ ഇതുകൊണ്ടാണ്, കാരണം ഗ്രീൻ ടീ ഇത് വെച്ച് മാസ്ക് ചെയ്തിട്ട് എനിക്കറിയണമായിരുന്നു ഇത് ഷൈൻ തരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സോഫ്റ്റ്നെസ്, ആ കണ്ടീഷണറിൻ്റെ ഒരു പെർഫോമൻസ് ഗ്രീൻ ടീ തരുന്നുണ്ടോ. ഡെഫിനറ്റ്ലി അതെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 3 ദിവസം കൂടുമ്പോഴാണ് കണ്ടീഷണർ അല്ലെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യുന്നത് എൻ്റെ ഹെയറിൽ. അപ്പം നന്നായിട്ട് എനിക്ക് കണ്ടീഷണർ ഇടാഞ്ഞിട്ട് എൻ്റെ മുടി നന്നായിട്ട് ഷൈൻ ചെയ്തു. പിന്നെ വോളിയൂംനെസ് എനിക്ക് തോന്നി, അതുപോലെ തന്നെ ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഗ്രീൻ ടീയുടെ മാസ്ക് യൂസ് ചെയ്യാം. ഈ മാസ്ക് യൂസ് ചെയ്യാനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. അത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നതാണ്. പിന്നെ കിട്ടാത്ത ഒന്നാണ് ഈ ഗ്രീൻ ടീ പ്രോഡക്റ്റ് മാത്രമായിരിക്കും, അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാം. ബാക്കി എല്ലാ സാധനം തന്നെ വീട്ടിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഹെയറിന് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വോളിയൂംനെസ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, റഫ്നെസ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഗ്രീൻ ടീയുടെ മാസ്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. അപ്പം ഇനിയിപ്പം ബോയ്സ് ചിന്തിക്കുന്നുണ്ടാകും ഞങ്ങൾക്ക് പറ്റുമെന്ന്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റും. ബോയ്സിന്, ഗേൾസിനും എല്ലാവർക്കും ഈ പറഞ്ഞ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കും ഉപയോഗിക്കാം. നമുക്ക് വേണ്ട പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ടീ, പിന്നെ ഹണി, യോഗോട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്നുമാണ്. അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അപ്പം ഹണി നന്നായിട്ട് നമ്മുടെ ഹെയറിന് സ്മൂത്തൻ ചെയ്യാനും, അതുപോലെ തന്നെ ഹെയറിലുണ്ടാകുന്ന പ്രോബ്ലംസിനെല്ലാം സൊല്യൂഷനാണ് ഹണി എന്ന് പറഞ്ഞാൽ. യോഗോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന, അതായത് തലയോട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെളികൾ മാറ്റാനും, പിന്നെ നമ്മുടെ നമുക്കുള്ള, അതായത് എല്ലാ ബെനിഫിറ്റ്സും, അതായത് സ്മൂത്തൻ ചെയ്യാനും ഷൈൻ ചെയ്യാനെല്ലാം ഈ യോഗോട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത്രയും ബെനിഫിറ്റ് നമ്മുടെ ഹെയറിന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ തലയിൽ തേക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യാം.
നിങ്ങൾ തലമുടിയിൽ തേക്കുമ്പോൾ ഗേൾസ് ആണെങ്കിൽ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യുക ഹെയർ. അതിനുശേഷം ഒരു പാർട്ടീഷൻ ഇങ്ങോട്ടിട്ട് ഒരു പാർട്ടീഷൻ ഇങ്ങോട്ട് ഇട്ടിട്ട് ഓരോ സ്കാൽപ്പിലും, അതായത് ഇങ്ങനെ ഒരു ഇച്ചിരി മുടിയെടുക്കുക, അതിൻ്റെ സ്കാൽപ്പിന് ഇങ്ങനെ സൈഡിൽ കൂടെ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ പാർട്ടീഷൻ ചെയ്ത പോർഷൻ എടുത്തിട്ട് അതും അങ്ങനെ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് 30 മിനിറ്റ്സിന് ശേഷം വാഷ് ഔട്ട് ചെയ്യുക. ഇത് മെന്നിനും വിമനും ഒരുപോലെ ഉപയോഗിക്കാൻ ഞാൻ വീണ്ടും പറയുകയാണ്. ഇത് വിമന് വേണ്ടി മാത്രമുള്ളതല്ല, രണ്ടുപേർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് കൂടും, അതുപോലെ തന്നെ ഷൈനാവും, വോളിമിനസ് ആവും, ഡാൻഡ്രഫിൻ്റെ ഇത് കുറയും, ഹെയറിൻ്റെ എയർ ഫോളിൻ്റെ അളവ് കുറയും. അപ്പം ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുകയൊന്നും വേണ്ട. വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി ടോയ്സൊക്കെ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ വീക്ക്ലി വൺസ് വെച്ച് ഡെയിലി, അതായത് 4 വീക്ക് ഉപയോഗിക്കാം. പക്ഷേ മന്ത്ലി ടോയ്സ് ഉപയോഗിച്ചാൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നമ്മുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെയർ നന്നായിട്ട് റീഗ്രോത്ത് ചെയ്യുക. അപ്പം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എടുക്കേണ്ട അളവുകളും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മൾ കാക്കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ ഹണി എടുത്തിട്ടുണ്ട്, ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ വെച്ചാണ് ഗ്രീൻ ടീ എടുത്തേക്കുന്നത്, അതുപോലെ തന്നെ ഹണിയും എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഗ്രീൻ ടീ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് പൊടിയുന്ന മിക്സി ജാർ എടുക്കുക. എന്നിട്ട് അതിനകത്തൊരു ഗ്രീൻ ടീ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫൈൻ പൗഡറാക്കി എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് കപ്പാണ്, നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, നിങ്ങളുടെ മുടിക്ക് എന്തോരം തൈര് വേണമെന്നുള്ളത്. അതുപോലെ ഈക്വൽ റേഷ്യോയിലാണ് ഞാൻ തൈര് ഹണി എടുത്തേക്കുന്നത്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് നല്ല വെൽ മിക്സ്ഡ് ആയിരിക്കണം അത്. അതിന് ശേഷം നിങ്ങൾ മുടിയിൽ തേച്ച് പിടിച്ചിട്ട് ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിരിക്കണം. 30 മിനിറ്റിന് ശേഷം നിങ്ങൾ വാഷ് ഔട്ട് ചെയ്താൽ മതി. ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ച് വാഷ് ചെയ്യുക. സമയമുള്ളവർ 30 മിനിറ്റും ഇരിക്കുക. അതിന് ശേഷം കുളിച്ചിറങ്ങി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത്തെ സ്റ്റെപ്പാണിത്. കുളിച്ചതിന് ശേഷം നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ ഓഫ് ഗ്രീൻ ടീ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ ഗ്രീൻ ടീയുടെ കളർ അതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊരു അരിപ്പ എടുത്തിട്ട് അരിച്ചെടുക്കുക. ആ അരിച്ചെടുത്തതിനെ ഒരു ബൗളിനകത്താക്കിയിട്ട് അല്ലെങ്കിൽ ഏതിനകത്തെങ്കിലും ആക്കിയിട്ട് ആറാൻ വെക്കണം. നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ പോലെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മുടെ ഹെയറിലോട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതും കൂടെ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ മുടിക്കൊരു സ്മെല്ലിങ് ഉണ്ടാവും. അതായത് ഗ്രീൻ ടീയുടെ സ്മെല്ലാണ്, ബാഡ് സ്മെല്ലായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ബെനിഫിറ്റാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ